ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഓർത്തഡോക്സ് പ്രൈസസിൻ്റെ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികൾക്ക് അന്നും ഇന്നും ഒരല്പം ഭയം തോന്നുന്ന, ഉറച്ചു നിൽക്കുന്ന ആരോടും ഒന്ന് ചോദിച്ചാൽ ഒരല്പം പേടി തോന്നുന്ന ഒരു വിഷയമാണ് രക്ഷിക്കപ്പെട്ടോ എന്നുള്ള ഒരു ചോദ്യം. ആരോടായിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഒരല്പം പേടി നൽകുന്ന ഉത്തരമാണ്. നമ്മുടെ വീടുകളിൽ പല ആളുകൾ വരാറുണ്ട്. ആ പല ആളുകളും വന്നിട്ട് നൽകുന്ന മറുപടിയും വളരെ രസകരമാണ്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്ന് രക്ഷിക്കപ്പെട്ടു? ഇന്ന തീയതി, ഇത്ര മാസം, ഇന്നതുപോലെ ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള പ്രയോഗമാണ് മിക്കവാറും എല്ലാവരും നമ്മുടെ അടുക്കൽ പറഞ്ഞ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷിക്കപ്പെട്ടോ എന്ന വിഷയത്തെ ഈ വലിയ ശൃംഖലയിൽ കൂടി, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന വലിയ ലോകത്തിൽ കൂടി പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് അവർ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. ഒന്നാമതായിട്ട് വിശുദ്ധ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് വളരെ വ്യാപകമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 31-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ രണ്ട് വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വിശുദ്ധ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും, ഇത് രണ്ടും പ്രസക്തമായിരിക്കുമ്പം ഇതിന് ഒരു നേരെ കൗണ്ടറായിട്ട് നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. കൗണ്ടറായിരിക്കുന്നത് ആ മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം കഴിഞ്ഞ് താഴോട്ടുള്ള ഭാഗം കൂടെ വായിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അതിനുശേഷം 5 അടയാളങ്ങൾ വിശ്വസിക്കുന്നവരാൽ നടക്കും എന്ന് തന്നെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. 5 അടയാളങ്ങൾ. അത് ഒന്നാമത്തേത്, അവൻ ഭൂതങ്ങളെ പുറത്താക്കും. സ്കേവയുടെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ സ്കേവയുടെ ചരിത്രത്തിന് 19-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 2, പുതുഭാഷകളിൽ സംസാരിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പൗലുസിതനായ പൗലോസ് അപ്പോസ്തലൻ സർപ്പത്തെ ചുറ്റിയെടുത്ത് തീയിലേക്ക് എറിയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. രോഗികളുടെ മേൽ കൈവയ്ക്കുക മാത്രമല്ല, പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ്റെയൊക്കെ നിഴൽ രോഗികളുടെ മുകളിൽ വീണപ്പോഴും അവർക്ക് സൗഖ്യം പ്രാപിച്ചായിട്ട് പറയുന്നുണ്ട്. അടുത്തത്, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. എന്ത് കുടിച്ചാലും അത് അവരെ ഏൽക്കുകയില്ല. അവരുടെ ജീവിതം ഒരു നിത്യതയിലേക്കുള്ള ജീവിതമാണ് എന്നാണ് വിശ്വസിക്കുന്നവരാലായിട്ട് ഈ അടയാളം നടക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ രക്ഷിക്കപ്പെട്ടവരിലും ഈ അടയാളങ്ങൾ നടക്കേണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഈ അടയാളങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് തർക്കശാസ്ത്രപരമായ ഒരു സമീപനമായിട്ട് നമുക്ക് കാണാം. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ എങ്ങും, ഒന്നാമത്തെ ആശയമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ എങ്ങും ഇതിൻ്റെ ഒരു ഓർഡർ പറയുന്നില്ല. ആദ്യം വിശ്വസിക്കണമെന്നോ 2 സ്നാനമേൽക്കണമെന്നോ ഇതെങ്ങും പറയുന്നില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കണമെന്നല്ല, സ്നാനമേറ്റിട്ട് വിശ്വസിക്കണമെന്നല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് അതിനോട് ചേർന്നാണ് ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ യേശു തമ്പുരാൻ്റെ വാചകമായിട്ട് എടുക്കുന്നത് 2 ഇടങ്ങളിൽ മാത്രമാണ്. യേശു തമ്പുരാൻ പറഞ്ഞ അതേ വാചകങ്ങൾ നമ്മൾ ഉദ്ധരിച്ചാൽ അത് 2 ഇടങ്ങളിൽ വളരെ വ്യക്തമാണ്. ഒന്ന്, വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് അവരെ ശിഷ്യരായിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടിരിക്കും. അപ്പോൾ ആദ്യം സ്നാനമേൽക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നത്. രണ്ടാമതായിട്ടാണ് വിശ്വസിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. യേശു തമ്പുരാൻ ഇനി പറയുന്ന മറ്റൊരു വാചകമാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ്, വെള്ളത്താലും
ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ആദ്യം വെള്ളം കൊണ്ട് ജനിക്കണം, രണ്ടാമത് ആത്മാവിൽ ജനിക്കണം. ഇങ്ങനെ എന്തായിരുന്നാലും വളരെ വ്യക്തമായൊരു കാര്യം പറയട്ടെ, വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കണമെന്നോ സ്നാനമേറ്റിട്ട് വിശ്വസിക്കണമോ എന്നൊരു ഓർഡർ എങ്ങും പറഞ്ഞതായിട്ട് കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭ ശിശുസ്നാനം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് ശിശുസ്നാനം മാത്രമല്ല, മുതിർന്ന സ്നാനമുണ്ട്. ഒരു പക്ഷേ മറ്റ് മതങ്ങളിൽ നിന്ന് ഒരാൾ സഭയിലേക്ക് വരുന്നെങ്കിൽ അയാളെ സ്നാനം കഴിപ്പിക്കുന്ന ഒരിക്കലും ശിശുസ്നാനമായിട്ടല്ല, മുതിർന്ന സ്നാനമായിട്ട്. അയാളുടെ അമ്മയുടെ വയറ്റിൽ പോയി വീണ്ടും ജനിച്ചിട്ട് വരണമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. അതിലുപരിയായിട്ട് സഭ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്നാനമേൽക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറെടുക്കുന്ന സമയമാണെങ്കിൽ നീ വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കുക. അല്ല, നീ വിശ്വസിക്കുന്നതിന് മുമ്പേ ചെറുപ്രായത്തിലെ ആണെങ്കിൽ ശിശുസ്നാനമായിരിക്കും. സ്നാനമേൽക്കുന്നത് സഭയോട് ചേരാൻ വേണ്ടിയാണ്. പോട്ടെ, എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് തന്നെ. രക്ഷയ്ക്ക് 3 കാലഘട്ടങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെടുത്തി 3 കാലഘട്ടങ്ങളെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഒരു പാസ്റ്റ് ടെൻസ് ആണ്, ഒരു കഴിഞ്ഞ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അത് വിശുദ്ധ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2:8 ഇങ്ങനെ പറയുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കൊക്കെ സാധ്യമാക്കി തീർത്ത ഒരു വലിയ രക്ഷണ്യ പ്രവർത്തനത്തിനെ ഓർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, മലങ്കര ഓർത്തഡോക്സ് സഭാ മക്കളെ സഭ വിളിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെന്നാണ്. ഒരു സംശയം കൂടാതെ സഭ വിളിക്കുകയാണ് രക്ഷിക്കപ്പെട്ടവർ. അതും പരിശുദ്ധ ത്രോണോസിൽ കൈ ഊന്നിക്കൊണ്ട് ആശീർവദിക്കുന്ന പുരോഹിതനാണ് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെ. നമുക്കറിയാമല്ലോ, അവസാനത്തെ ആശീർവാദത്തിനകത്ത് പറയുന്നുണ്ട്: ദൂരസ്ഥരോട് സമീപസ്ഥരും മരിച്ചുപോയവരുടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭ മക്കൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം, ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഇനി അതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിജയ സ്ലീബായാൽ. വ്യക്തിഗതമായ മൗത്വം കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്ലീബ ഉണ്ടായി, കർത്താവിൻ്റെ കഷ്ടാനുഭവം ഉണ്ടായതുകൊണ്ട് നമുക്കൊക്കെ രക്ഷ സാധ്യമാക്കി തീർത്തുക. ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. നമുക്ക് ആർക്കും അവകാശമായിട്ട് ഇത് ചോദിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിസ്തൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നത്: അപ്പം ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരൊരുത്തനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. അവിടെയാണ് അപ്പൻ്റെ സ്നേഹം മുന്നമേ ഉണ്ട്. അപ്പൻ്റെ സ്നേഹം നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്, അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൻ്റെ സ്നേഹം മുന്നമേ ഉണ്ട്. ആ സ്നേഹത്തിലേക്ക് അടുത്ത് ചെല്ലാൻ മാത്രം, നീ സ്നേഹിച്ചാലും നീ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിനക്ക് ഒരു പാസ്റ്റ് ടെൻസിൽ രക്ഷ സാധ്യമായി. രണ്ടാമതായിട്ട് ഒരു പ്രസൻറ്റ് ടെൻസ് ഉണ്ട്. ആ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് ഇങ്ങനെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. ഇങ്ങനെയാണ്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക്, അത് കാലഘട്ടങ്ങളിൽ, വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തമായി നിൽക്കുകയാണ്. അല്ലാതെ ഒരു ഭൂതകാലമോ ഭാവി കാലമല്ല, വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തമാണ്. അതുതന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10ഉം 11ഉം വാക്യം വായിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാമത്തെ കാലഘട്ടമാണ് ഒരു ഫ്യൂച്ചർ ടെൻസ്, ഒരു ഭാവി കാലം. യഥാർത്ഥമായി തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യം: അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.
കർത്താവിന് വേണ്ടി അവസാന നിമിഷം വരെയും സഹിച്ചു നിൽക്കുക, കർത്താവിൻ്റെ വചനത്തിനോട് ചേർന്ന് നിൽക്കുക, ക്രൂശിൻ്റെ യഥാർത്ഥ സ്നേഹിതരായി നിൽക്കുക, ഏത് പീഡനങ്ങളുണ്ടായിരുന്നാലും ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുക. അങ്ങനെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർക്കാണ് രക്ഷ സാധ്യമാക്കി തീർക്കുന്നതെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞാൻ സ്നാനമേറ്റു, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിന്മപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണെങ്കിൽ അവിടെ രക്ഷ സാധ്യമായി തീരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷ. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ തന്നെ നമ്മളെ ഓർപ്പിച്ചു, തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 4 അധ്യായം 7-8 വാക്യങ്ങൾ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് അവസാനത്തെ ആളുകളിൽ ദൈവം എനിക്ക് തരുമെന്നുള്ളൊരു ബോധ്യമാണ് പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത് നിരവധി വേദഭാഗങ്ങളുണ്ട്. വിശുദ്ധ മത്തായി 25 അധ്യായം 34 വാക്യത്തിലും, എബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 28 വാക്യത്തിലും, അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിൻ്റെ 11 വാക്യത്തിലും, ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യത്തിലുമൊക്കെ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഭാവിയിലെ ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു രക്ഷ ഇനി നമുക്ക് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം പറഞ്ഞു, തർക്കശാസ്ത്രം പറഞ്ഞു. ഇനി നമ്മൾ കൂടുതലായിട്ടൊന്ന് ഇതെന്താണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താണ്, അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകണം. കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ന്യായവിധിയുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ന്യായവിധിയുണ്ട്. ഈ ന്യായവിധിയുടെ സമയത്ത് നമ്മളെ ദൈവം പരിശോധിക്കും. യാതൊരു സംശയമില്ല, നമ്മളെ ദൈവം പരിശോധിക്കുന്ന സമയത്ത് മനുഷ്യനായി പിറന്നിട്ടുള്ളവനെല്ലാം പാപത്തിൻ്റെ തിന്മയുടെ അടിമയാണ്. ആ അടിമയായിരിക്കുന്നവനെ നരകത്തിലേക്ക് അയക്കേണ്ടതാണ് യഥാർത്ഥ നീതി, യഥാർത്ഥ ധർമ്മം. എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവം അങ്ങനെ നമ്മളെ അയക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട്, ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട്, ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പറയുന്ന പേരാണ് രക്ഷിക്കപ്പെടുക എന്ന്. നിസ്സാരമായി പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയുടെ മേന്മ കൊണ്ടല്ല അത് സാധ്യമാകുന്നത്. അതിലുപരി ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മളെ നരകത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അഭിനന്ദ ഒസ്താസ്യോ സിരുമേനിയൊക്കെ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ച് എല്ലാ കാലത്തും നരകത്തിലിട്ട് ദണ്ഡിപ്പിക്കുകയോ ശിക്ഷിക്കുകയല്ല, അതിലുപരി നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കുമെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇനി അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ നേരത്തെ വായിച്ചു കേട്ട വേദഭാഗത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 16 അധ്യായം 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. ഒപ്പം റോമർക്ക് എഴുതിയ ലേഖനം 10 അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങളിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പം മൂന്നാമത്തെ ഒരു കാര്യം കൂടായി, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, കർത്താവ് യേശു ക്രിസ്തു സ്നാനം ഏൽക്കുക, മൂന്നാമതായി വാഗൊണ്ട് ഏറ്റുപറയുക. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വാചകം കൂടിയുണ്ട്. 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, റോമർക്ക് ലേഖനം 10 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പം 4 കാര്യമായി, 1 വിശ്വസിക്കുക, 2 സ്നാനമേൽക്കുക, 3 വാഗൊണ്ട് ഏറ്റുപറയുക, 4 കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുക. ഈ 4 കർമ്മങ്ങളും ഒരു സുപ്രഭാതത്തിൽ ചെയ്ത് തീർക്കുകയല്ല. അതിൽ മാമോദീസയ്ക്ക് മാത്രം ഒരു പ്രത്യേക തീയതിയോ ഒക്കെ ഉണ്ടെങ്കിലും മറ്റു 3 തുടരേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? അതെത്ര കാലം കഴിഞ്ഞാലും ദൈവത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനേ സാധ്യമാകുകയുള്ളൂ.
എത്ര കൂടുതൽ സ്നേഹിച്ചാലും, എത്ര കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും കൂടുതൽ മനസ്സിലാക്കിയെടുക്കാനേ സാധ്യമാകുള്ളൂ. ഒരിക്കലും ഒരു ദൈവശാസ്ത്രജ്ഞനും യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കിയെടുത്തു എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. രണ്ടാമതായിട്ട് വാഗുണ്ട് ഏറ്റു പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും ഓർത്തഡോക്സ് സഭയിലെ വൈദികൻ എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ എനിക്ക് അമർഷം തോന്നിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവിടെ ഞാൻ മൗനം ഭജിച്ചുകൊണ്ട് മറ്റൊരാളുടെ പ്രമാണങ്ങളിലെ കൂടുതലായി താല്പര്യം കാണിക്കുന്നത്. യേശു തമ്പുരാനെക്കുറിച്ച് മറ്റുള്ളവരോട് വാഗുണ്ട് ഏറ്റു പറയാനായിട്ട് കഴിയണം. മൂന്നാമത് അതിനോട് തുടർന്നാണ് പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കണം. ഇനി ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിലുണ്ടോ എന്ന്. കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. എൻ്റെ ശ്രോതാക്കളായി ഇത് കാണുന്ന എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. അത് പക്ഷേ വെളിപ്പെടുന്ന എപ്പോഴാണെന്നറിയാമോ? ചില വേദനകളും ചില പ്രയാസങ്ങളും ചില പരീക്ഷണങ്ങളും ഒക്കെ വരുമ്പോഴാണ് വെളിപ്പെടുന്നതെന്നുള്ളതേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. രണ്ടാമതായിട്ട്, സ്നാനമേറ്റിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ഞാനും നിങ്ങളൊക്കെ സ്നാനമേറ്റിട്ടുള്ള തീയതിയും സമയമൊന്നും നമുക്കറിയത്തില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. നമുക്കൊരു മാമോദീസ പേരുണ്ടായിരുന്നു, നമുക്കൊരു തലത്തൊട്ടപ്പനുണ്ട്, വിശ്വാസം നമ്മളെ വളർത്താൻ തലത്തൊട്ടപ്പനുണ്ട്, നമ്മളെ മാമൂസ മുഖ്യ ഒരാളുണ്ട്, സ്ഥലമുണ്ട്. ഇതൊന്നും നമ്മളിപ്പോൾ അറിയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. നമ്മൾ കല്യാണത്തിൻ്റെ കൂട്ട് വലിയ വീഡിയോയും പരിപാടികളൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ സ്നാനമേറ്റവരാണ്. 3, വാഗുണ്ട് ഏറ്റു പറയുന്നുണ്ടോ എന്നുള്ളതൊരു ചെറിയ സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വാഗുണ്ട് ഏറ്റു പറയേണ്ട പല സമയത്ത് നമ്മൾ മൗനം ഭജിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരി സത്യവിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുമ്പം അതിൻ്റെ ഇങ്ങനെ തന്നെ പറയുന്നത്, ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവെന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, ആയ യേശു മിശിഹ ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസം വാഗുണ്ട് ഏറ്റു പറയുന്നുണ്ട്. നാലാമതായിട്ട് പറയുന്നത് പ്രാർത്ഥിക്കണമെന്നാണ്. തുടരുന്ന പ്രാർത്ഥനകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ. രക്ഷിക്കപ്പെടാനായിട്ട് തുടരുന്ന പ്രാർത്ഥനകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഒരു ആരാധന സംഗീതം കൂടെ പാടി നിർത്തിയേക്കാം. പാട്ടിങ്ങനെയാണ്, മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമേയും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക. മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമേയും രക്തവും ഓർത്ത് എന്നിൽ കൃപ ചെയ്യുക. എനിക്ക് വലിയ മോചനമൊന്നുമില്ല. എൻ്റെ പ്രവൃത്തിയോ എൻ്റെ ചിന്തകളോ എൻ്റെ വാക്കുകളോ ഒന്നും ദൈവമേ അവിടുത്തെ തിരുമുമ്പാകെ നീതീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ എൻ്റെ തമ്പുരാനെ, ഞാൻ അനുഭവിച്ചിട്ടുള്ള തിരിച്ചറി രക്തങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് എനിക്ക് വരാനുള്ള മുഖാന്തരങ്ങളായി തീരണേ. എന്നെ അവിടുത്തെ ശരീരം അനുഭവിച്ചിട്ടുള്ള, അവിടുത്തെ ശരീരം അലിഞ്ഞു ചേർന്നിട്ടുള്ള എൻ്റെ ശരീരത്തെ നരകത്തിലേക്ക് അയക്കരുതേ. അവിടുത്തെ ആത്മാവിനെ എന്നിൽ അലിച്ചു ചേർത്തിട്ടുള്ള എൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് അയക്കരുതേ. അവിടുത്തെ സ്നേഹത്തിൽ എന്നെ പൊതിയണമേ. ഈ ബോധ്യം നമ്മെ ഭരിക്കട്ടെ. ഉറച്ച് വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മുഖാന്തരം, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായത് മുഖാന്തരം ഞാനും നിങ്ങളും ഒക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ രക്ഷ പൂർത്തീകരിക്കണമെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും സഹിച്ചു നിന്ന് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ, കർത്താവിൽ വിശ്വസിക്കുക, സ്നാനമേൽക്കുക, വാഗുണ്ട് ഏറ്റു പറയുക, കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുക. ഈ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള വാസം സാധ്യമായി തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ കൂടുതലായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.